ശ്രീ മോഹൻ വർഗീസ്, ഇതിൽ കോൺഗ്രസിന്റെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ടാണ് ഇപ്പോൾ തരൂർ എന്ന പേരിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ പോയതിന് കാരണമെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയി ഇപ്പോൾ അദ്ദേഹം പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ രാജ്യവിരുദ്ധമായ സമീപനം അവിടെ എടുത്തേനെ എന്നാണ് BJP സംശയിക്കുന്നത്. സ്മൃതി, ഇതൊരു അസംഷൻ മാത്രമാണ്. ഇന്ത്യ എന്ന വളരെ വളരെ മെച്വറായ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിനെ നിരുത്തരവാദപരമായി മാത്രമേ വിദേശകാര്യത്തെ കാണാനാവൂ എന്ന നറേറ്റീവ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അപമാനമാണ്. അങ്ങനെയല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. ഒരു ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി രാഹുൽ ഗാന്ധി വുഡ് പെർഫോം വെരി വെൽ. അത് മുൻകാലങ്ങളിലെ ട്രാക്ക് റെക്കോർഡെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ അത് പറഞ്ഞു, അവിടെ അത് പറഞ്ഞു, ഇത് പറഞ്ഞു. ഇത് നറേറ്റീവ് വേറെയാണ്. ഇത് പാകിസ്ഥാനുമായൊരു വിഷയമാണ്. അവിടെ സ്വാഭാവികമായി ഒരു ഓൾ പാർട്ടി ഡെലിഗേഷനിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു പേരാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയല്ല, പ്രതിപക്ഷ നേതാവ്. പക്ഷെ ആ പ്രതിപക്ഷ നേതാവിൽ ഒരുപക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിന് വിശ്വാസമില്ല എന്നതുകൊണ്ടാവാം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെടാതെ പോയത്. ഭരണ നേതൃത്വത്തിന് വിശ്വാസമുള്ള ഒരാളാണ് തരൂർ. അതിന് പിന്നിൽ തരൂറിന്റെ സെലക്ഷന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ട് 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 ഇല്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷേ അല്ല, രാഹുൽ ഗാന്ധിയുടെ അത് അവര് തീരുമാനിച്ചോട്ടെ എന്നേ. രാഹുലിന്റെ പേര് പക്ഷെ രാഹുലിന്റെ പേര് എന്തുകൊണ്ട് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിലായിരുന്നു? അതിനും കൂടെ മറുപടി പറയണ്ടേ? അദ്ദേഹം പറയട്ടെ. രാഹുലിന്റെ പേര് കോൺഗ്രസിന് ലിസ്റ്റ് കോൺഗ്രസ് തയ്യാറാക്കേണ്ടതാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അല്ല തീരുമാനമെടുക്കേണ്ടത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇത് വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ രാഷ്ട്രീയമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ രാഷ്ട്രീയമില്ല. പ്രതിപക്ഷ നേതാവ് ഓട്ടോമാറ്റിക്കാണ്, എക്സ് ഒഫീഷ്യോ ആണ്. പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എക്സ് ഒഫീഷ്യോ ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടികൾക്ക് തീരുമാനിക്കാം എന്ന ഒരു രീതിയിൽ വിടാമായിരുന്നു. പക്ഷെ കുറച്ചുകൂടി ഇവിടെയാണ് ഔചിത്യബോധം. ഇത് ഔചിത്യബോധത്തെ രണ്ട് രീതിയിൽ കാണാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഔചിത്യബോധം, വിതിൻ കൊട്ടേഷനാണ്, ഔചിത്യബോധം പ്രയോഗിച്ചു. രാഹുൽ ഗാന്ധി എന്ന ആളെ വിട്ടാൽ ചിലപ്പോൾ അപകടമാകും. അതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഔചിത്യബോധം. അത് ട്രാക്ക് റെക്കോർഡാണ് അതിനു വേണ്ടി പറയുന്നത്. പക്ഷേ മറുവശത്ത് കോൺഗ്രസ് പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നതിനകത്ത് ഒരു ന്യായമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിനെ കോൺഫിഡൻസിലെടുക്കാതെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി വന്ന് പങ്കെടുത്ത് എല്ലാ പാർട്ടികളുടെയും സമ്മതിക്കാതെ എങ്ങനെയാണ് ഒരു റിമോട്ട് കൺട്രോൾ കാര്യം ചെയ്യുക? അപ്പോൾ ഇതിനകത്തൊക്കെ പ്രതിപക്ഷം പറയുന്ന ചില കാര്യങ്ങളിൽ ന്യായമുണ്ട്. അതേസമയം ഭരണപക്ഷം കുറച്ചുകൂടി ഉദാരമായ നിലപാട് എടുക്കണമായിരുന്നു. ലോകം മുഴുവൻ വാച്ച് ചെയ്യുകയാണ്. ഇവിടെ ഇതിനകത്തൊരു രാഷ്ട്രീയം കളിക്കുന്നു. ഇന്ത്യയുടെ ഭരണകക്ഷി അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം കളിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നത് ഗുണത്തേക്കാൾ വേറെ ദോഷമാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, എൻഡ് ജസ്റ്റിഫൈ ദ മീൻസ് ജസ്റ്റിഫൈ ദ എൻഡ് ആണെങ്കിൽ ശരി. പക്ഷെ ഞാൻ പറയുന്നു എൻഡ് ജസ്റ്റിഫൈ ദ മീൻസ് എന്നതാണെങ്കിൽ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീമിനെയാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ സെലക്ഷൻ്റെ പ്രോസസ്സ്, അതാണ് പ്രോസസ്സ്. ആ പ്രോസസ്സിൽ ചെറിയ പാളിച്ച വന്നു. പക്ഷേ എന്നിരുന്നാലും യഥാർത്ഥത്തിൽ വരേണ്ട ആളുകൾ, ഇനി ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും വരേണ്ട ആളുകൾ വന്നു എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ അവിടെ ഏക ഒമിഷൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയോടുള്ള മറ്റ് വിയോജിപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കൂടെ ഉൾപ്പെടുത്തുന്നതായിരുന്നു. അതിൻ്റെ വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ ഭാരതം ഒറ്റക്കെട്ടാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.